അങ്ങനെ കുറച്ച് ദൂരമല്ലേ പോയുള്ളെന്ന് കരുതിയിട്ട് വേറൊരു റോഡും കൂടെ സെലക്ട് ചെയ്ത് ഞാൻ പോയി കേട്ടോ. ഈ റോഡ് പക്ഷേ നേരത്തെ പോലെ ആയിരുന്നില്ല, നല്ല സ്മൂത്ത് റോഡായിരുന്നു. സൈക്കിൾ ചവിട്ടാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുറ്റിനും നല്ല മണ്ണും കുന്നും എല്ലാം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ നാട് ഓർത്തു പോയി കേട്ടോ. പോയി കുറച്ചും കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് കാടും ഭയങ്കര താഴ്ചയുള്ള ഭാഗമായിരുന്നു അതെല്ലാം. പിന്നെ കുറേ മറ്റേ പാറക്കല്ലൊക്കെ വെട്ടിയിട്ടേക്കുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും താഴ്ചയുള്ള ഭാഗം കണ്ടപ്പോഴേക്കും ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമെന്നൊന്ന് വിചാരിച്ചു പോയി. പിന്നെ റോഡാണെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. ആദ്യം കുറച്ച് നേരം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങോട്ട് പോകണമെന്ന്. പിന്നെ വിചാരിച്ച് ആദ്യം ഒരു റോഡിൽ കൂടെ പോകാം, തിരിച്ച് വന്നിട്ട് ഇപ്പുറത്തും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ഒരു വഴിക്ക് ഇനി പിന്നെ വരേണ്ടി വരത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത റോഡിൽ കൂടെ നേരെ പോയി കേട്ടോ. നേരെ കുറച്ചങ്ങ് ചെന്നപ്പോഴേ അവിടെ അങ്ങ് ദൂരെയായിട്ട് ഒരു തടാകം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ അവിടെ എത്തണം എന്ന് കരുതിയിട്ട് ഞാൻ നേരെ പോയി കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴേ മനസ്സിലായി ഇത് കൃഷിക്കാരുടെ സ്ഥലമാണെന്ന്. കാരണം അവിടെ പശുക്കളുടെ ഫുഡൊക്കെ വെച്ചേക്കുന്നതും അതുപോലെ അവർക്ക് താമസിക്കാനുള്ള മറ്റേ തൊഴുത്തും എല്ലാം കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വീട്ടിലാണെങ്കിൽ കുറേ ആപ്പിൾ ട്രീ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തെല്ലാം ആപ്പിൾ നന്നായിട്ട് കായ്ച്ചും കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരെണ്ണമാണ് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നതും നമുക്ക് പെട്ടെന്ന് പറിക്കാൻ പറ്റുന്നതായിട്ട് നിന്നിരുന്നത് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ 1-2 ആപ്പിൾ പറിച്ചു. ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടും ഒരെണ്ണം സ്റ്റെഫിക്ക് വേണ്ടിയിട്ടും കേട്ടോ പറിച്ചേ. നമുക്കിങ്ങനെ വിളഞ്ഞ് നോക്കി പറിക്കുന്നത് ആകപ്പാടെ പേരക്ക, മാങ്ങ ഇതൊക്കെ മാത്രമേ. മാങ്ങ പിന്നെ എത്തത്തില്ലല്ലോ. പേരക്ക മാത്രമേ ഇങ്ങനെ വിളഞ്ഞ് നോക്കി പറിച്ചിട്ടുള്ളൂ. ഇപ്പം ഇവിടെ വന്നിട്ട് ആപ്പിളും വിളഞ്ഞ് നോക്കി പറിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് വിളഞ്ഞിട്ടുണ്ട്, പക്ഷേ വലിയ മധുരമൊന്നും ഇല്ല. എന്നാലും കുറച്ച് മധുരവും പുളിയെല്ലാം കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ കൃഷിക്കാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു കേട്ടോ. ആകപ്പാടെ ഒരു ഡ്രാക്കുള കോട്ട പോലത്തെ ഒരു കോട്ട മാത്രം. ഭയങ്കര വിജനമായിട്ട് കിടക്കുമായിരുന്നു. ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്ക് മാത്രം കുറച്ച് കിളികളുടെയും പിന്നെ കുറച്ച് കാറ്റൊക്കെ അടിക്കുന്നതിൻ്റെ ഒരു സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇതിൽ എങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ തടാകമെന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തടാകം എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അങ്ങോട്ട് ചെല്ലാനുള്ള വഴി എനിക്ക് എങ്ങനെ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. മൊത്തമാണെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നു. ഇവിടെ ആണെങ്കിൽ കണ്ടിട്ട് തന്നെ പേടി വരുന്നു. ഞാനാണെങ്കിൽ ഉള്ള പ്രേതത്തിൻ്റെ സിനിമ എല്ലാം ആ സമയത്ത് ഓർത്തുപോയി. ആ ജനലിൽ കൂടെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊരു 100 തവണ ഞാൻ ആ ജനലിലെല്ലാം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. കാരണം സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ, ജനലിൽ കൂടെ ഏതെങ്കിലും പ്രേതമൊക്കെ നോക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ കുറേ നേരം അങ്ങോട്ട് നോക്കിയിരുന്നു. പിന്നെ അതിൻ്റെ അകത്തോട്ടൊന്നും ഞാൻ പോകാൻ നിന്നില്ല. ഇനി ആരെങ്കിലും കണ്ടിട്ട് വന്നാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി വെച്ചു കേട്ടോ. ഇനി തടാകം ഇതിലേ കൂടെ പോയാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ നമ്മുടെ പഴയ വേറൊരു റോഡ് കണ്ടില്ലായിരുന്നു, അങ്ങോട്ട് പോയി കേട്ടോ. അത് അതിനേക്കാളും വലുതായിരുന്നു. അവിടെ ഒരു ഉഷിരം പട്ടി ഉണ്ടായിരുന്നു. അവൻ എന്നെ കണ്ടതും അവിടുന്നേ ഓടി വന്നു. ആദ്യത്തെ വരവും കുറേയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വന്ന് കടിച്ചു എടുത്തുകൊണ്ട് പോകുമെന്ന്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ ഡോഗ്സ് ഒന്നും അങ്ങനെ ആരെയും ഉപദ്രവിക്കാറില്ല. അത് കാരണം വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അവരുടെ ഓണർ വന്ന് അതിനെയും കൊണ്ട് പോയപ്പോഴേക്കും ഞാൻ പിന്നെ ചമ്മി നാറി തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു.